വ്യാഴാഴ്ച രാത്രി നമസ്കാരത്തിന്റെ 1-ാം കൗമേർ ഓർമ്മിപ്പിക്കുന്നു. ചൊന്നാൾ മറിയാം മശിഹായെ പ്രസവിച്ചപ്പോൾ നിന്നെ വിളിക്കേണ്ടു ശിശുവെന്നാക നിയറ്റം പൗരാണികനാമായുഷ്മാനൻ നാഗാമീ പൈതൽ ധാദോദിതമായി ലോകത്തിനൊളി നൽകിയതാം കതിരന്നേവോ നിന്നെ വിളിക്കും ഞാൻ. ഹല്ലേലൂയ നിൻ കതിരിനുദയം ധന്യം നിൻ പ്രേക്ഷകനാതാതൻ വന്യൻ. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും പാട്ടില്ലേ. രാത്രി നമസ്കാരത്തിന്റെ പാട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾക്ക് അത് അറിയത്തുള്ളൂ. രാത്രി നമസ്കാരം ഇല്ലാത്തതുകൊണ്ടാണ്. അവിടെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? കന്യാമറിയം പ്രസവിച്ചപ്പോൾ പറയുകയാണ്, എന്റെ പുത്ര, ഞാൻ നിന്നെ എങ്ങനെ പേര് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ശിശു എന്ന് നിന്നെ വിളിച്ചാലോ നീ തലമുറകളെക്കാൾ മൂപ്പുള്ളവനാകുന്നു. വൃദ്ധനെന്ന് ഞാൻ വിളിച്ചാൽ നീ ശിശുവായി സ്ഥിതി ചെയ്യുന്നുവല്ലോ. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, പിതാവിൽ നിന്ന് ശോഭിക്കുകയും അവിടെ നിന്നും വന്ന് സകല സൃഷ്ടികളെ ശോഭിപ്പിക്കുകയും ചെയ്ത കതിരെന്ന് ഞാൻ നിന്നെ വിളിക്കുന്നു. പ്രകാശം നൽകുന്ന കതിരായിട്ട് ഞാൻ നിന്നെ വിളിക്കുകയാണ്. ഞാൻ എന്തിനായിട്ട് നിന്നെ വിളിച്ചാൽ എനിക്ക് മതിയാകുമെന്നറിയില്ല. നീ പൗരാണികനാണ്, നീ മുന്നമേ ഉണ്ടായവനാണ്. ഒരമ്മയുടെ മനസ്സിലെ ചിന്തകൾ ഒരുപക്ഷെ മറിയാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ പിതാക്കന്മാർ അതിനെ മുഴുവനും എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നൽകുകയാണ് പ്രകാരമുള്ള സംഗതി. ഞാൻ ഓർമ്മിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ തന്റെ ഉള്ളിൽ സ്വീകരിക്കുവാൻ ധൈര്യം കാണിച്ച ബാലികയാണ് പരിശുദ്ധ കന്യാമറിയാം. ഒരു ധൈര്യം പരിശുദ്ധ കന്യാമറിയാമിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഒരു പെൺകുട്ടിയുടെ പ്രകാരം ധൈര്യം വന്നു എന്നുള്ളത് അവൾ ആരെയൊക്കെ വഹിച്ചിരുന്നു ഈ പാട്ടിൽ പറയുകയാണ്. മലകളെ ഏന്തുന്നവനെ, അല്ലെങ്കിൽ കാലങ്ങൾക്ക് മുമ്പ് ജനിച്ചവനെ, ഇവനെയാണല്ലോ ഞാൻ ഉദരത്തിൽ വഹിക്കുവാനായിട്ട് പോകുന്നെന്നുള്ള ഒരു വലിയ ധൈര്യം ഈ പെൺകുട്ടിക്ക് ദൈവാത്മാവ് നൽകി എന്നുള്ളതാണ്.